ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇത് പുതിയൊരു റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നു. ആദ്യം നമുക്കിത് ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരല്പം നെയ്യ് എടുത്ത് നമുക്കാദ്യം ഈ പഴം ഒന്ന് വാട്ടിയെടുക്കാം. നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഈ പഴം ഒന്ന് ഞങ്ങൾക്ക് നെയ്യിൽ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്ത് റോസ്റ്റ് ചെയ്തെടുത്ത് ഒരു പഴം മതിയാകും. ഒരു പഴവും ഒരു ആപ്പിളും ഒരു മാതളം, ഇത് രണ്ട് ഐറ്റം ഉണ്ടാക്കാനായിട്ട് ഇത്രയും മതി. എന്നിട്ട് നമുക്കിത് അങ്ങോട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് മൂന്നും കൂടി ഞങ്ങൾക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്തിട്ട് മൂന്നെണ്ണത്തിലും ഓരോ ചെറിയ സ്പൂൺ പഞ്ചസാര വീതം ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിന് ആവശ്യമായ കുറച്ച് സേമിയ എടുത്ത് വറുക്കുന്നുണ്ട് ഞാൻ. അതേ പാനിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ 2 ഐറ്റമാണ് ഉണ്ടാക്കണേന്ന്. അപ്പോൾ ഒരൈറ്റത്തിനുള്ള സാധനം റെഡിയാക്കി മാറ്റി, ഇനി രണ്ടാമത്തെ ഐറ്റത്തിനുള്ള സാധനമാണ് സേമിയ. അത് വറുത്ത് മാറ്റി വെക്കാം. ഇത് നമുക്ക് തിളച്ച വെള്ളത്തിലേക്കിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നെയ്യിൽ വറുക്കണമെന്ന് നിർബന്ധമില്ല, വേണേ വറുക്കാം. വറുത്താൽ ടേസ്റ്റ് കൂടും. അപ്പം ഞാൻ നെയ്യിൽ വറുത്തിട്ടാണ് ഈ വെള്ളത്തിൽ ഇട്ട് കൊടുത്തത്. ഇനി ഇത് കുറച്ച് നേരം അടച്ചു വെച്ചാൽ ഇത് വെന്തിട്ടുണ്ടാകും. വെന്ത് കഴിയുമ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കണം. കുറച്ച് പഞ്ചസാര കൂടി ചേർത്തിട്ടാണ് കേട്ടോ. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വെന്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് പാലെടുത്തിട്ടുണ്ട് അതേ പാനിൽ തന്നെ. എന്നിട്ട് കുറച്ച് കസ്റ്റാർഡ് പൗഡർ ഞാനിതിങ്ങനെ കുറച്ച് പാൽ അതിൽ നിന്ന് ചൂടോട് കോരി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നമുക്ക് കസ്റ്റാർഡ് പൗഡർ കുറുക്കിയെടുക്കുന്നതിനോടൊപ്പം കുറച്ച് പഞ്ചസാരയും കൂടി കൂട്ടി കൈ വിടാതെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്നാലേ കട്ട പിടിക്കാതെ കിട്ടത്തുള്ളൂ കേട്ടോ. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടാണ് മിക്സ് ചെയ്ത് ഒരു ലൂസ് കൺസിസ്റ്റൻസി വരണം. ശബ്ദം അടഞ്ഞിക്കണോണ്ട് ചില വാക്കുകളൊന്നും ചിലപ്പോൾ മനസ്സിലാവില്ല, എല്ലാവരും ക്ഷമിക്കണം. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഈ പരുവത്തിലാണ് വരേണ്ടത്. കണ്ട, ഇത്ര ലൂസ്, അധികം ലൂസാണ്, ഇത്ര ലൂസാണ് മതി. ഇനി ഞങ്ങൾക്ക് ഇതെടുത്ത് തണുക്കാൻ വെക്കാം. തണുക്കാനല്ല, അവിടെ ഇറക്കി വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ചുറ്റിനും അരിവൊക്കെ ഒന്ന് മുറിച്ച് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് ട്രേയിലേക്ക് നിരത്തി വെക്കേണ്ടതാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ അരികൊന്നും ആവശ്യമില്ല. ഞാൻ ഈ ഒരു പാൻ എടുത്തിട്ടുണ്ട്, ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് നട്ട്സൊക്കെ വെച്ചിട്ട് കുറച്ച് കസ്റ്റാർഡ് പൗഡർ കുറുക്കിയത് കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയ ലെയർ മതി കേട്ടോ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ബ്രെഡ് നിരത്തി വെക്കാം. അപ്പം നമ്മളിങ്ങനെ കോരിയെടുക്കുമ്പോൾ മറിച്ചിടുമ്പോഴും ഭംഗി ഉണ്ടാവുമല്ലോ, അതിനാട്ടാ. അപ്പം ബ്രെഡ് വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് ചുറ്റിന് വെച്ച് കൊടുത്തിട്ട് ഇതിന് മുകളിൽ കുറച്ച് പഞ്ചസാര കലക്കി വെള്ളമോ അല്ലെങ്കിൽ ഒരല്പം പാലോ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ അത് ഒഴിക്കുന്നത് കാണിക്കാൻ പറ്റിയില്ല, ആ വീഡിയോ എടുത്തില്ല. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്ത് മുകളിൽ കുറച്ച് പഞ്ചസാര വെള്ളമോ അല്ലെങ്കിൽ ഒരല്പം പാല് പഞ്ചസാര ഇട്ട് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി അതിന് മുകളിലേക്ക് ഞങ്ങൾ നേരത്തെ മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിരുന്നില്ലേ ഫ്രൂട്ട്സ്, അതൊക്കെ എടുത്തോണ്ട് വന്ന് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് വിതറിക്കും. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പം ഞാനിതിലേക്ക് നിങ്ങൾ മാറ്റി വെച്ചിരുന്ന ഫ്രൂട്ട്സ് ഇടുന്നതാണ്.
ആദ്യം ഞാൻ ആപ്പിൾ ഇട്ടു, പിന്നെ മാതളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ. പഴം വാട്ടിയത് ഇട്ട് കൊടുത്തു. ഇപ്പൊ തന്നെ നല്ല ഭംഗിയുണ്ട്. കുറച്ച് മതി, ഞങ്ങള് വാട്ടി വെച്ച എല്ലാം ഇടണ്ട കേട്ടോ, കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. മുകളിൽ കുറച്ച് ക്യാഷും കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളിയായി. ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാം അടിപൊളി ടേസ്റ്റ്. ഇത് കുറച്ചേരം ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ, ഒന്നുകൂടി തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. ഇനി അടുത്ത ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ബൂസ്റ്റ് ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. ഇത് നല്ല കട്ടിയിൽ കലക്കണം കേട്ടോ. 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയിൽ നല്ല കുറുകുറാന്നിരിക്കണ രീതിയിൽ കലക്കണം. ഇങ്ങനെ കലക്കി മാറ്റി വെക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് അത്രയും നല്ലത്. നല്ല ഒരു ആപ്പിൾ എടുത്ത് ഞാൻ ജ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ. ഈ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഇനി സെർവ് ചെയ്യാം. ആദ്യം ഞാൻ കസ്കസാണ് ഓരോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഞങ്ങൾ വേവിച്ച് ഫ്രിഡ്ജിൽ മാറ്റി വെച്ച സേമിയയില്ലേ, അതെടുത്ത് ഓരോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കും. സേമിയ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സേമിയ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അതിന് മുകളിൽ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് ഭംഗിയാക്കി എടുക്കാം. അപ്പൊ നമുക്ക് ആ ബൂസ്റ്റ് കലക്കി വെച്ചില്ലേ, അതൊന്ന് സൈഡിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് ലൂസായി പോയി. ഇത്രയും ലൂസ് വേണ്ട കേട്ടോ. നല്ല കീല് പോലെ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായേനെ ഒഴിച്ചു വെക്കുമ്പോൾ. അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മൾ വറുത്ത് വെച്ച പഴം, ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ആപ്പിൾ കൊണ്ട് ഒരു ജ്യൂസ് അടിച്ച് വെച്ചില്ലേ, ആ ജ്യൂസ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ജ്യൂസ് ഇഷ്ടമുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ആപ്പിളാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഒരു അല്പം വാനില ഐസ്ക്രീം വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കാഷ്യൂ ഡ്രൈ ഫ്രൂട്ട്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ വെച്ച് കൊടുക്കുന്നുണ്ട്. ബദാമും കാഷ്യും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാം. അപ്പോൾ എങ്ങനെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ഞെട്ടിക്കാം. ഫലൂദ വലിയ പൈസ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിക്കണ്ട, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അടിപൊളിയായി. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.